കോഴിക്കോട് വടകരയിൽ നിർത്തിയിട്ടിരുന്ന കാരവാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന്. എസിയിൽ നിന്നുള്ള വാതകം ശ്വസിച്ചതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. കാരവാൻ ടൂറിസം കമ്പനിയിലെ ജീവനക്കാരായ മനോജ്, ജോയൽ എന്നിവരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഇന്നലെ കരിമ്പനപാലത്ത് വെച്ച് ഒരു കാരൻ വണ്ടിയിൽ രണ്ടുപേര് മരണപ്പെട്ട് കിടക്കുന്നതായി പോലീസ് കാണപ്പെടുകയും അതിന് ഇന്നലെ എല്ലാ സജ്ജീകരണവും ഒരുക്കി ഇന്നതിന് ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റിൽ സമയത്ത് സയന്റിഫിക് എക്സ്പേർട്ട്, ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ്, അതുപോലെ തന്നെ RTOന്റെ ടീം എല്ലാവരും ഉണ്ട്. ഇൻവെസ്റ്റിഗേറ്റ് മെഡിക്കൽ കോളേജിൽ ബോഡി അയക്കും. എന്റെ മരണകാരണം വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജ് അയക്കുന്നത്. വേറെ നിലവിലെ സാഹചര്യത്തൊന്നും കാണുന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് അത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് കൃത്യമായ വിവരം പറയാൻ പറ്റും. MS അനീഷ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ. അനീഷ്, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ CI അടക്കം പറഞ്ഞത്. ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, അല്ലെങ്കിൽ ഈ എസിയിൽ നിന്നുള്ള വാതകം ശ്വസിച്ചതാണോ മരണകാരണം? എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ് അനീഷ്? നിലവിൽ മറ്റ് ദുരൂഹതകളില്ല എന്നാണ് നേരത്തെ CI നമ്മോട് പറഞ്ഞത്. പോലീസും ഫിംഗർ പ്രിന്റും ഫോറൻസിക്കും ഒപ്പം ഈ RTOയുടെ ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. ബലപ്രയോഗത്തിന്റെയോ അല്ലെങ്കിൽ മറ്റ് ദുരൂഹ മരണവുമായോ ബന്ധപ്പെട്ട ഒരു തെളിവുകളും നിലവിൽ ലഭ്യമല്ല എന്ന് അദ്ദേഹം പറയുന്നു. പ്രാഥമികമായ നിഗമനം AC ചോർച്ച ഉണ്ടായി, അല്ലെങ്കിൽ ആ രാത്രിയിൽ AC ഇട്ട് കിടന്ന ശേഷം AC ഓഫ് ആയപ്പോൾ ഈ വായു സഞ്ചാരം അകത്തേക്ക് കടക്കാതെ വന്നപ്പോൾ ശ്വാസം മുട്ടി മരിച്ചതാവാനുള്ള സാധ്യതയാണ്. ഒരാൾ ഈ കാരവാന്റെ ഉള്ളിലും ഒരാൾ ഈ പടിയോട് ചേർന്ന ഭാഗത്തുമാണ്. ഒരുപക്ഷെ ഈ വാഹനത്തിൽ പ്രാണവായു കിട്ടാതെ പിടഞ്ഞപ്പോൾ പുറത്തേക്ക് രക്ഷപ്പെടാൻ വന്ന വഴിയിലാവാം ഒരാൾ ഈ പടിയുടെ ഭാഗത്ത് എത്തിയെന്ന ഒരു കണക്കൂട്ടലാണുള്ളത്. എന്തായാലും ഇന്നലെ രാത്രി 8 മണിക്കാണ് ഇത്തരത്തിൽ ഒരു കാരവാൻ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കഴിഞ്ഞ 2 ദിവസമായി ഈ കാരവാൻ ഈ ഒരു റെസ്റ്റോറന്റ്, KTDC റെസ്റ്റോറന്റ് സമീപം പാർക്ക് ചെയ്ത നിലയിലായിരുന്നു. അവരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുകയൊന്നും ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഇവരെ കുറിച്ച് അന്വേഷണം ആരംഭിക്കുന്നത്. എന്തായാലും വാഹനം തുറന്നപ്പോഴാണ് ഇതിനുള്ളിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് എത്തി പരിശോധനകൾ ആരംഭിക്കുകയും ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയുമായിരുന്നു. അല്പസമയത്തിനകം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് വിശദമായ പരിശോധന നടത്തുകയും ചെയ്യും. ഫ്രീലാൻഡ് ഗ്രൂപ്പ് ഓഫ് ലോജിസ്റ്റിക്സ് എന്ന മലപ്പുറം ആസ്ഥാനമായ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള കാരവാനാണിത്. കണ്ണൂരിൽ ഒരു വിവാഹ പാർട്ടിയിൽ പങ്കെടുത്ത് വിവാഹ പാർട്ടിയെ ഇറക്കിയ ശേഷം മടങ്ങി വരികയായിരുന്നു. ഇതിനുശേഷം വടകര ഭാഗത്ത് വെച്ച് അവർ ഭക്ഷണം കഴിക്കാൻ നിർത്തി. ഒരുപക്ഷെ ഭക്ഷണം കഴിച്ച ശേഷം പിന്നീട് ഈ വാഹനം നിർത്തി AC ഇട്ട് വിശ്രമിക്കുകയായിരുന്നിരിക്കാം. ഇതിന് ശേഷമാണ് പിന്നീട് ഒരുപക്ഷെ AC ഓഫായി പോവുകയും വായു സഞ്ചാരം അകത്തേക്ക് കടക്കാതെ ഇരുവരും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തതെന്നാണ് കരുതുന്നത്. എന്തായാലും RTO അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തിയാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വിശദമായ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.